ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ജിലേബിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉഴുന്നരച്ചെടുക്കാം. ഉഴുന്നുവടക്കൊക്കെ അരയ്ക്കുന്ന അതേ പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതൊരു 200 ഗ്രാം ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഗ്രാം അളവിൽ. പിന്നെ ഈ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് കണ്ടോ, ഈ ഗ്ലാസ്സിൽ. ഇത് പറഞ്ഞത് പഞ്ചസാര ഉഴുന്നെടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ വേണം നമുക്ക് അതിൻ്റെ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഗ്ലാസ്സും കൂടി ഞാൻ കാണിച്ചു തന്നത്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ഒരു 5 മണിക്കൂറോളം കുതിർത്ത് എടുത്തതാണ് കേട്ടോ ഉഴുന്ന്. അപ്പോൾ ഇതൊട്ടും വെള്ളമില്ലാതെ ഞാനിങ്ങനെ വാരി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് വെള്ളം കൃത്യമായിട്ട് അളവ് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ആദ്യം പകുതി അരച്ചെടുക്കാം. ഇതാ ഇങ്ങനെ കാണുമ്പോൾ, ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റിയ ഭാഗത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് അരച്ച് വരാം. അടുത്ത ട്രിപ്പും നമുക്ക് ഇതേപോലെ അരച്ചെടുത്തിട്ട് വരാം. അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു നുള്ളു ഉപ്പിട്ട് എടുക്കാം. പിന്നെ ഒരു കളർ, ഫുഡ് കളറ്, ഇത് ലിക്വിഡാണ് കേട്ടോ. അല്ല, ഇതില്ലാന്ന് വെച്ചാൽ മറ്റേ പൗഡറും കിട്ടും, അതിട്ടാലും ഇതിന് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്നൊക്കെ അരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഈ വലിയ സ്പൂണിൽ 2 സ്പൂൺ കേട്ടോ. ഇത് നമ്മളുടെ ജിലേബിക്ക് ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലയെന്ന് വെച്ചാൽ അത് ഒഴിവാക്കിക്കോ. ഇതും ഇതുപോലെ ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവറും ചേർത്തത്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കട്ടിയില്ലാതെ. അപ്പോൾ ആകെ ഞാൻ 150 ml വെള്ളമാണ് ഇതിൽ ഒഴിച്ചേക്കണത് കേട്ടോ. ഉഴുന്നരക്കാനിട്ട് ഉഴുന്നരച്ചപ്പോൾ മാത്രമേ വെള്ളം ചേർത്തുള്ളൂ. പൊടി ഇട്ടപ്പോൾ ഞാൻ പിന്നെ വെള്ളം ചേർത്തില്ല. അത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പാകമായിട്ട് കിട്ടും നമുക്ക്. കണ്ടോ, ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആ പാകം ഇതേപോലെ ഇരിക്കാനായിട്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് മൂടി വയ്ക്കാം. ഉഴുന്നരച്ച് നമ്മപ്പോൾ മൂടി വെച്ച് 15 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഇപ്പോൾ ഉഴുന്നിൻ്റെ ഇരട്ടി അളവല്ലേ, അപ്പോൾ 400 ഗ്രാം. ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയും തന്നെ വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. 1.5 ഗ്ലാസ് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ളി ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ്, പിന്നൊരു 1/4 ടീസ്പൂൺ തന്നെ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് നെയ്യും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ജിലേബിക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് മുന്നിലേക്കും. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റ്, നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും ജിലേബിക്ക്. അപ്പോൾ ഞാനിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് ഇനി നൂൽപ്പാകം ആവേണ്ട, അതിന് മുന്നായിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒട്ടണ ഭാഗം അതുവരെ ഒന്ന് നമുക്ക് സിറപ്പ് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഏതാണ്ട് ഒട്ടണ പാകം ആകാറായിട്ടുണ്ടായിട്ടില്ല കേട്ടോ, ഒന്നും കൂടി ആണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഈ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് നേരം നമ്മൾ ഇത് ജിലേബിയൊക്കെ ഇട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ക്രിസ്റ്റൽ പോലെ ആയിപ്പോവും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാര പനിയൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നല്ല കൊഴുപ്പോട് വെളിച്ചെണ്ണയൊക്കെ വീണ ആ കൊഴുപ്പില്ല, അതോടുകൂടി വീണ അതേപോലെ വീണ് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഒട്ടും കേട്ടോ. അതുണ്ടോ, ചെറിയൊരു വലിച്ചില്ല, അത്രേ ഉണ്ടാവുള്ളൂ, അത്രയും മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം എനിക്ക് ചൂടെപ്പോഴും ഇതുപോലെ ഒരു മീഡിയം ചൂടെപ്പോഴും വേണം കേട്ടോ ജിലേബി ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ വെള്ളം കുറയുവാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം വെറുതെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ജിലേബി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക്. പിന്നെ ആദ്യം തന്നെ 1.5 ഗ്ലാസ് ചേർക്കണമെന്നില്ല, 1 ഗ്ലാസ് ചേർത്തിട്ട് പിന്നീട് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. 1.5 ഗ്ലാസ് ഒരുമിച്ച് ചേർക്കുമ്പോൾ പാനി കട്ടിയായാലും കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് പാനി അതിലാക്കിയാലും മതി കേട്ടോ, ഒരുമിച്ച് ചേർക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ജിലേബി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗാണ് വേണ്ടത്. അതില്ലാന്ന് വെച്ചാൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ, നമ്മളിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡൊന്നും പൊട്ടിപ്പോകാത്ത വിധത്തിലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറാണ്, അല്ലെങ്കിൽ പാലിൻ്റെ കവറ് ഇതേപോലെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പം നമുക്കിതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ ആദ്യം നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ മൂലം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മാവിട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് മാവിട്ട് കൊടുക്കാം. ബാഗ് പൈപ്പിംഗ് ബാഗ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നില്ല. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം മോൾ ഭാഗം. ഇരിക്കട്ടെ. നമുക്കിനി ജിലേബി റെഡിയാക്കാനുള്ള ഓയിൽ ചൂടാക്കിയെടുക്കാം. ജിലേബി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതിലും കുഴി കുറഞ്ഞ പരന്ന പാനാണ് ആവശ്യം. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉപയോഗിച്ചത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ ഓയിലായിട്ടുണ്ടെങ്കിൽ ജിലേബി അത് പൊങ്ങിക്കിടക്കുമ്പോൾ നമുക്കതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്കത് ജിലേബി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അത് നേരത്തെ പറഞ്ഞ പോലെ ജിലേബിക്ക് നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം ചൂട് വന്നാൽ മതി. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ തിളച്ച് ജിലേബിയുടെ ഇത് നീങ്ങി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണതും നേരിയ ചൂടിലിട്ട് കൊടുക്കണത്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ജിലേബി ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ടിൽ ഒരു 3 റൗണ്ട്, എന്നിട്ട് അതിൻ്റെ മീതെ ഇതുപോലെ ആക്കി കൊടുക്കാം. കുറച്ച് ഓയിലുള്ളത് കൊണ്ടുണ്ടല്ല ഇങ്ങനെ പൊങ്ങി ഇതായിട്ട് പോകില്ല. കൂടുതൽ ഓയിലിട്ടാൽ അതങ്ങോട്ട് പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഇതിടുമ്പോൾ. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തു, അത് കുഴപ്പമില്ല. നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. തീയും അതിൻ്റെ അതൊന്ന് നോക്കിയാൽ ചൂട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ജിലേബിയൊക്കെ അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുത്ത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഒപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ട്രിപ്പ് ഇടുന്നതിന് മുന്നേ ചൂട് ഇതിൻ്റെ നമ്മുടെ ഓയിലിൻ്റെ ചൂട് കുറഞ്ഞു വരണം, എന്നിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയത്. ഇത് ചൂടോടെ തന്നെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ.
എണ്ണയിൽ നിന്ന് എടുത്തിട്ട് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇങ്ങനെ മുക്കി കൊടുക്കാം. 2-3 മിനിറ്റ് കിടന്നാൽ മതി. അപ്പം തന്നെ ഇതിൻ്റെ ഇത് മാറും. ഇത് പഞ്ചസാര പാനിൽ കിടക്കല്ലേ. നമുക്കിനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇല്ല, ഇതേപോലെ ഇപ്പം ഇതിങ്ങനെ ഇടുമ്പോൾ ഷേപ്പ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനല്ലേ. ഷേപ്പ് വന്നൊന്നുമില്ല. വെറുതെ റൗണ്ടായിട്ട് എടുത്താലും മതി. ഇതേപോലെ ചുറ്റിക്കണമെന്നില്ല കേട്ടോ. ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. ജിലേബി ഷുഗർ സിറപ്പൊക്കെ കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. കണ്ട നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിത് ഇന്നൊരു എടുത്ത് മാറ്റാം. അടുത്ത ട്രിപ്പ് എടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. മുക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുക്കി കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. ചൂട് എപ്പോഴും നോക്കണം കേട്ടോ. സിറപ്പിൻ്റെ ചൂട് ഏലക്കായുടെ ഇതാണ് നമ്മൾ ഇതിലായേക്കുന്നത് കേട്ടോ. ഇതുപോലെ മുക്കി കൊടുക്കണം. ചൂടില്ലെങ്കിൽ ചൂടാക്കി കൊടുക്കണം. കട്ടി പോലെ ആവുകയാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം. കട്ടി പോലെ ആയാലും വെള്ളം ചേർത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ജിലേബി എല്ലാം റെഡി ആയി കഴിഞ്ഞു. കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് കയറി നല്ല ജ്യൂസി ടൈപ്പായിട്ട് കണ്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണം അതുവരെ ഉണ്ടോ. നല്ല ഇതായിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.